ഹായ് എവരിബഡി, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ SLC 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 1ാം ചാപ്റ്ററിലെ അടുത്ത ഭാഗത്തേക്ക് സ്വാഗതം. നോക്കൂ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ സബ്ഷെല്ലുമായിട്ടും ഷെല്ലുകളുമായിട്ടൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്കതിൻ്റെ ബാക്കിയുള്ള മെയിൻ പോർഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമ്മൾ സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സബ്ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോണുകൾ നമുക്ക് പൂരണം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫിൽ ചെയ്യാൻ പറ്റും. അതുപോലെ സബ്ഷെല്ലുകളുടെ എനർജി ക്രമം വരെ പഠിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. എല്ലാവർക്കും അറിയാതെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സബ്ഷെല്ലുകളുടെ എനർജി ഓർഡർ അല്ലെങ്കിൽ സബ്ഷെല്ലുകളുടെ ഊർജ്ജക്രമം എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ക്ലാസ് അവസാനിപ്പിച്ചത്. ഞാൻ അത് ജസ്റ്റ് ഈ ബോർഡിലൊന്ന് എഴുതിയിട്ടുണ്ട്, എല്ലാവരും നോക്കാം. എല്ലാവരോടും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യമാണ്. എങ്ങനെയായിരിക്കും സബ്ഷെല്ലുകളുടെ ഊർജ്ജക്രമം? 1s ലെസ് ദാൻ, 2s ലെസ് ദാൻ, 2p ലെസ് ദാൻ, 3s ലെസ് ദാൻ, 3p ലെസ് ദാൻ, 4s ലെസ് ദാൻ, 3d ലെസ് ദാൻ, 4p ലെസ് ദാൻ, 5s ലെസ് ദാൻ, 4d, 5p. ഇങ്ങനെ അങ്ങോട്ട് പോകും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫുള്ള് എഴുതിയതാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതുവരെയെങ്കിലും പഠിച്ചിരിക്കണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ 2p, 3s, 3p കഴിഞ്ഞിട്ട് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് 3d ആണ്. അവിടെ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം. 3p എന്ന സബ്ഷെൽ കഴിഞ്ഞാൽ പിന്നത്തെ ഊർജ്ജം ആർക്കാണ്? 4s ആണ്. 4siനേക്കാളിലും എനർജി കൂടുതലാണ് അല്ലെങ്കിൽ ഊർജ്ജം കൂടുതലായിരിക്കും ആർക്ക്? 3dയേക്കാളും എനർജി കൂടുതലായിരിക്കും 4p. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി സബ്ഷെൽ. നമ്മൾ ഷെല്ലുകളിൽ എങ്ങനെയാണോ ഇലക്ട്രോണുകൾ പൂരണം ചെയ്തത് അതുപോലെ തന്നെയാണ് വിവിധ സബ്ഷെല്ലുകളിൽ നമ്മൾ ഇലക്ട്രോണുകൾ പൂരണം ചെയ്യുക. അതായത് ഷെല്ലുകളിൽ ഊർജ്ജം കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് നമ്മൾ ഇലക്ട്രോണുകൾ പൂരണം ചെയ്യുന്നു, അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ കോൺഫിഗർ ചെയ്യുന്നു. അതുപോലെ തന്നെ സബ്ഷെല്ലുകളിലും ഏറ്റവും ഊർജ്ജം കുറഞ്ഞത് 1s ആണ്. 1s, അതിനേക്കാളും കുറച്ച് ഊർജ്ജം കൂടും 2s, അതിനേക്കാളും കുറച്ചുകൂടി ഊർജ്ജം കൂടും 2p. ഇങ്ങനെ ഊർജ്ജം കൂടിക്കൂടി വരും. നമ്മൾ ആദ്യം ഊർജ്ജം കുറഞ്ഞ സബ്ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം ചെയ്തതിനു ശേഷമായിരിക്കും എന്ത് ചെയ്യുക? ഊർജ്ജം കൂടിയതിലേക്ക് പോവുക. ഇങ്ങനെയാണ് ഷെല്ലുകളിൽ ഇലക്ട്രോൺ പൂരണം ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്തും ചെയ്യേണ്ടത് സബ്ഷെല്ലുകളിലും ഇലക്ട്രോൺ പൂരണം ചെയ്യേണ്ടത്. നോക്കൂ, ഇവിടെ 3s, ഇതിന്റെയൊക്കെ അർത്ഥവും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ 3s എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മൂന്നാമത്തെ ഷെല്ലിൽ s എന്ന സബ്ഷെൽ എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ 1s എന്ന് പറഞ്ഞാൽ ഒരു സബ്ഷെല്ലാണ്. 1s എന്ന സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലിലെ s എന്ന സബ്ഷെൽ. അതുപോലെ 4s എന്ന സബ്ഷെല്ലിന്റെ അർത്ഥം നാലാമത്തെ ഷെല്ലിലെ s എന്ന സബ്ഷെൽ. ഇതാണ് സബ്ഷെല്ലുകളുടെ ഊർജ്ജക്രമം. ഇനി നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഓരോ സബ്ഷെല്ലിലും ഇലക്ട്രോണുകൾ പൂരണം ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ ഒരു മൂലകം, ഏറ്റവും അറ്റോമിക് നമ്പർ 1 നിങ്ങൾക്കറിയാം. നമ്മൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ 8ലൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങൾ പഠിച്ചതാണ്. നോക്കൂ, ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ പ്രതീകം നമ്മൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ, എല്ലാവർക്കും അറിയാം, H എന്നുള്ള ലെറ്ററിനുള്ള H. ആദ്യത്തെ നമ്മുടെ ബേസിക് ക്ലാസ്സിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു അറ്റോമിക് നമ്പർ എവിടെ എഴുതുക? എവിടെയാണ്? ആ പ്രതീകത്തിന്റെ ഏറ്റവും താഴെ. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അറിയില്ലെങ്കിലും പ്രശ്നമല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഏതൊരു മൂലകവും ക്വസ്റ്റ്യനായിട്ട് വരുമ്പോൾ അതിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 1. ഇനി നമ്മളോട് പറയാണ് ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. നിങ്ങളോട് ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചെയ്താൽ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഹൈഡ്രജൻ ആകെ ഒരു ഇലക്ട്രോൺ ഒന്ന് ഇട്ട് വെക്കും അല്ലെ? അങ്ങനെയാണ് നമ്മൾ 9ൽ പഠിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഇനി 10ാം ക്ലാസ്സിൽ എങ്ങനെയാണ് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ പൂരണം ചെയ്യുന്നത് എന്നാണ് പഠിക്കുന്നത്. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1. നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ തന്നിരിക്കുന്ന മൂലകത്തിന്റെ അറ്റോമിക നമ്പർ നോക്കിയിട്ട് ആ മൂലകത്തിൽ അല്ലെങ്കിൽ ആ അയോണിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് തീരുമാനിക്കും. ആ ഇലക്ട്രോണിന്റെ എണ്ണം തീരുമാനിച്ചിട്ട് നമ്മൾ ഊർജ്ജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോണുകളുടെ പൂരണം ചെയ്യും. ഇത്രയേ ഉള്ളൂ കാര്യം. ശ്രദ്ധിക്കുക, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1, അതിന്റെ അർത്ഥം അതിലൊരു പ്രോട്ടോൺ ഉണ്ട്. ഒരു പ്രോട്ടോൺ ഉള്ള ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 1 ഇലക്ട്രോൺ. നമ്മളോട് പറയാണ് ഈ
ഒരു ഇലക്ട്രോണിനെ സബ്ഷെല്ലിൽ കോൺഫിഗർ ചെയ്യണം, അല്ലെങ്കിൽ സബ്ഷെല്ലിൽ പൂരണം ചെയ്യണം. എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ഇതാ ഏറ്റവും ഊർജം കുറഞ്ഞ സബ്ഷെൽ ഇവിടെ ഏതാണ്? 1s. ആ സബ്ഷെൽ എടുക്കണം. ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. നമുക്കിത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. എന്നാലേ ഇനി വലിയ വലിയ മൂലകങ്ങൾ അറ്റോമിക് നമ്പർ ഉയർന്ന മൂലകങ്ങളുടെ സബ്ഷെൽ കിട്ടണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. നോക്കൂ, 1s എന്നുള്ള ആദ്യത്തെ സബ്ഷെല്ലും എടുക്കും. എന്നിട്ട് അതെവിടെ എഴുതും? 1s കിട്ടും. ആദ്യത്തെ സബ്ഷെൽ എടുത്തു. ഇനി നമ്മൾ നോക്കും എത്ര ഇലക്ട്രോൺ ഉണ്ട്? ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതെവിടെ എഴുതും? നമ്മൾ ഈ സബ്ഷെല്ലിന്റെ വലത്തെ ഭാഗത്ത് മുകളിലായിട്ടാണ് ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതേണ്ടത്. സബ്ഷെല്ലിൽ എഴുതുന്നു, അതിന്റെ വലത് ഭാഗത്ത് മുകളിൽ, അതായത് ഒരു ഇലക്ട്രോണിന്റെ എണ്ണം ഇവിടെ. ഇതാണ് സബ്ഷെൽ 1s. ഇതാണ് 1s. ആദ്യത്തെ സബ്ഷെൽ എടുത്തു. ഊർജ്ജം ഏറ്റവും കുറഞ്ഞ സബ്ഷെൽ. അതിന്റെ വലത് ഭാഗത്ത് മുകളിൽ എത്ര ഇലക്ട്രോൺ? 1. ആ 1 എന്നുള്ളത് നമ്മൾ എവിടെ എഴുതും? മുകളിൽ. ഇതെങ്ങനെ വായിക്കുക? 1s1. ഹൈഡ്രജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇങ്ങനെ വായിക്കുക 1s1. ഇതിൽ നമുക്ക് മനസ്സിലാക്കണം എന്താണ്? ഒന്നാമത്തെ ഷെല്ലിൽ എസ് എന്ന സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അതെങ്ങനെ വായിക്കുക? 1s1. അതാണ് നിങ്ങൾക്ക് വായിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സബ്ഷെല്ലിൽ നിറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം അതാത് സബ്ഷെൽ പ്രതീകത്തിന്റെ വലതുവശത്ത്, സബ്ഷെൽ എഴുതി അതിന്റെ പ്രതീകം ആ സബ്ഷെൽ പ്രതീകത്തിന്റെ വലതുവശത്ത് മുകളിലായി എഴുതുന്നു. അല്ലെങ്കിലോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് സബ്ഷെൽ, ഓരോ സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം റൈറ്റ് ഓൺ ദ ടോപ്പ് റൈറ്റ് സൈഡ് ഓഫ് റെസ്പെക്റ്റീവ് സബ്ഷെൽ. ആ റെസ്പെക്റ്റീവ് സബ്ഷെല്ലിന്റെ ഏറ്റവും മുകളിലായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അതെങ്ങനെ വായിക്കുക? 1s1. ഇതിന്റെ അർത്ഥം ഒന്നാമത്തെ ഷെല്ല് എസ് എന്ന സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പം സബ്ഷെല്ലിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ എവിടെ എഴുതണം? ടോപ്പ് റൈറ്റിൽ മുകളിൽ. ഇങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ. ഇങ്ങനെ വേറെ മൂലകൾ ഒരു എലമെന്റ് എടുക്കാം. രണ്ടാമത് അറ്റോമിക് നമ്പർ 2 ഉള്ള മൂലമാണ് He. വലിയ ക്യാപിറ്റൽ ലെറ്റർ, ചെറിയ സ്മോൾ ലെറ്റർ ഇ, ഹീലിയം. അപ്പൊ എത്ര അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? നമ്മളോട് പറഞ്ഞു ഹീലിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. എന്താ ചെയ്യുക? ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ നോക്കാം. എത്രയാ? 2. അപ്പൊ 2 പ്രോട്ടോൺ. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഇലക്ട്രോൺ. ഈ 2 ഇലക്ട്രോണിനെ നമ്മൾ സബ്ഷെല്ലിൽ വിന്യസിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരണം. ഏറ്റവും ഊർജ്ജം കുറഞ്ഞത് ആരാ? 1s. അപ്പൊ നമ്മൾ ആദ്യം 1s പോകും. ഇനി നമ്മുടെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? അല്ലെങ്കിൽ ഹീലിയത്തിന്റെ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. എവിടുന്ന് കിട്ടി? അറ്റോമിക് നമ്പർ കിട്ടും. ആ 2 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യുക? ഈ സബ്ഷെല്ലിൽ വിന്യസിക്കണം. 1s. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 എണ്ണം. അപ്പൊ ഞങ്ങളുടെ ടോപ്പ് റൈറ്റിൽ U എന്ന് വരും. ഇത് നമ്മളെങ്ങനെ വായിക്കുക? 1s2. എന്താ ചെയ്യുക? 1s2. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മുടെ സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്. അപ്പം സബ്ഷെല്ലിന്റെ ഇടതുവശത്താണ് നമ്മൾ എന്ത് ചെയ്യുക? സബ്ഷെല്ലിന്റെ ഇടതുവശത്ത് ഷെൽ നമ്പർ ആൻഡ് സബ്ഷെല്ലിന്റെ വലതുവശത്ത് സബ്ഷെല്ലിന്റെ ഇടതുവശത്ത് കണ്ടോ, എസ് എന്ന സബ്ഷെല്ലിന്റെ ഇടതുവശത്ത് ഷെല്ലിന്റെ നമ്പർ കണ്ടോ, ഇവിടെ ഇതാണ് ഷെൽ നമ്പർ. നോക്കൂ, ഇതാണ് ഷെൽ നമ്പർ. ഇത് ഇലക്ട്രോണുകളുടെ എണ്ണം. ആ സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം, ഷെൽ നമ്പർ. അപ്പം സബ്ഷെല്ലിന്റെ ഇടതേ ഭാഗത്ത് നമ്മുടെ ഷെൽ നമ്പർ ഇടും. ടോപ്പ് റൈറ്റ് സൈഡിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രോസസ് ഇതാണ്. അറ്റോമിക് നമ്പർ നോക്കുന്നു, എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ഡിസൈഡ് ചെയ്യുന്നു, ആദ്യത്തെ ഊർജ്ജം കുറഞ്ഞ സബ്ഷെൽ എടുക്കുന്നു, അതിൽ എത്ര ഇലക്ട്രോണോ അതിൽ വെക്കുക. ഇനിയും കൂടുതലുള്ള കേസ് നമുക്ക് നോക്കാം. അതൊരു ക്വസ്റ്റ്യൻ രൂപത്തിൽ എഴുതിയിട്ട് നമുക്ക് എങ്ങനെയാണ് കൂടുതൽ അറ്റോമിക് നമ്പർ വലിയ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ കൂടുതലുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ വിന്യാസം എഴുതുക എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏറ്റവും ചെറിയ 2 മൂലകങ്ങളുടെ 2 എലമെന്റ്സിൻ്റെ നമ്മൾ എഴുതി കഴിഞ്ഞു, ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും. അത് ആകെ 1 ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ഉള്ള കേസാണ്. ഇനി നമ്മൾ അറ്റോമിക് നമ്പറുകൾ കൂടുതൽ ഉള്ള ചില എലമെന്റ്സിന്റെ അല്ലെങ്കിൽ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കുക, അതിലൊന്നാമത്തെ എക്സാമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതുന്നത് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് പകർത്തണം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയാൽ മതി. താഴെ പറയുന്ന മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുക. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതിയിരിക്കണം. റൈറ്റ് ഡൗൺ ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ്, അല്ലെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് ചുരുക്കി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ SPC ഓഫ് ദി ഫോളോയിങ് എലമെന്റ്സ്. താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. നോക്കാം, ഏതാനും ചില മൂലകങ്ങൾ ഞാൻ എഴുതും. അതിനുശേഷം നിങ്ങൾക്ക്
കുറച്ച് ഹോംവർക്ക് ഞാൻ തരുന്നതായിരിക്കും. നോക്കാം. ഒന്നാമത്തത് കാർബൺ. അറിയാം, കാർബൺ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു മൂലകമാണ് കാർബൺ അല്ലെ. കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6. അറ്റോമിക് നമ്പർ 6 എന്ന് പറയുമ്പോൾ അതിന്റെ എത്ര പ്രോട്ടോൺ ഉണ്ടാവും? 6 പ്രോട്ടോൺ. പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ഒക്കെ തുല്യമായിരിക്കും നമ്മുടെ ബേസിക് ക്ലാസ്സിൽ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6. അപ്പൊ 6 ഇലക്ട്രോൺ ഉണ്ട് കാർബൺ എന്നുള്ള ആറ്റത്തിൽ. കാർബണിന്റെ ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 2, 4 നിങ്ങൾ എഴുതും. ഒന്നാമത്തെ ഷെല്ല് 2, രണ്ടാമത്തെ 4, മൊത്തം. ഇതാണ് ഷെൽ ഇലക്ട്രോണിക്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണ്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോണുകൾ കോൺഫിഗർ ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ പൂരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കാർബൺ നോക്കാം. കാർബണിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. 6 ഇലക്ട്രോണുകളെ നമുക്ക് വിവിധ സബ്ഷെല്ലുകളിൽ വിന്യസിക്കണം. ആദ്യം ഏറ്റവും ഊർജം കുറഞ്ഞ സബ്ഷെൽ ഏതാണ്? 1s. അതെടുത്തു. 1s എടുത്തു. 1s നമ്മുടെ കയ്യിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ 1s 6 എന്നിവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ ഇതിന്റെ ബേസിക് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊരു എസ് സബ്ഷെല്ലിലും പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2. The maximum number of electrons that any S subshell can accommodate is 2. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒറ്റയ്ക്ക് 1s 6 എന്ന് എഴുതാൻ പറ്റില്ല. ഏതൊരു എസ് സബ്ഷെല്ലാണെങ്കിലും മാക്സിമം എത്രയേ പറ്റത്തുള്ളൂ? 2 ഇലക്ട്രോൺ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ഇലക്ട്രോൺ എണ്ണ പറ്റുള്ളൂ? 1s 2. ഇനി അത് വായിക്കാം. 1s 2. ഇപ്പൊ 2 ഇലക്ട്രോൺ നമ്മൾ സബ്ഷെല്ലിൽ വിന്യസിച്ചു കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഒന്നാമത്തെ സബ്ഷെൽ കംപ്ലീറ്റ് ആയി ഫില്ലായി കഴിഞ്ഞു. ഒന്നാമത്തെ സബ്ഷെൽ കഴിഞ്ഞാൽ ഇതാ നമ്മുടെ മനസ്സിൽ നിന്നും ഇനി അതിനേക്കാൾ കുറച്ച് ഊർജ്ജം കൂടിയതാണ് 2s. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2s എന്ന് എടുത്ത് വെച്ചു. 2s രണ്ടാമത്തെ സബ്ഷെൽ 2s. രണ്ടാമത്തെ ഷെൽ s എന്ന സബ്ഷെൽ 2sൽ എത്ര ഇലക്ട്രോണേ പറ്റുള്ളൂ? ഏതൊരു എസ് സബ്ഷെല്ലാണെങ്കിലും, അത് 1s ആണെങ്കിലും 2s ആണെങ്കിലും 3s ആണെങ്കിലും ഏത് എസ് സബ്ഷെല്ലാണെങ്കിലും മാക്സിമം അതിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എത്ര പറ്റുള്ളൂ? ഇവിടെയും 2 എന്ന് എഴുതാൻ പറ്റുള്ളൂ. 2 ഇലക്ട്രോൺ ഇതിലേക്ക് പോയി. അപ്പം 1s2 ഇത് വായിക്കുക. 1s2 2s2. ഇതിന്റെ അർത്ഥം എന്താ? 1s എന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. 2s എന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം 6 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ എത്ര ഇലക്ട്രോൺ തീരുമാനമായി? 2 2 + 2 4 ഇലക്ട്രോൺസും തീരുമാനമായി. ഇനിയും നമ്മുടെ കയ്യിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അറിയാലോ, മൊത്തം 6 ഉണ്ട്. അങ്ങനെ 1sൽ 2 പോയി, 2sൽ 2 പോയി. അപ്പൊ 2sഉം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഈ 1s കഴിഞ്ഞാൽ പിന്നെ 2sഉം കഴിഞ്ഞു. അടുത്ത ആളാരാണ്? 2p. അതായത് 2p രണ്ടാമത്തെ ഷെല്ലിലെ P എന്ന സബ്ഷെൽ. നമ്മുടെ കയ്യിൽ ഇനി എത്ര ബാലൻസ് ഉണ്ട്? 2 ഇലക്ട്രോൺ. കാരണം 2 ഇവിടെ കൊടുത്തു, 2 ഇവിടെ കൊടുത്തു. ഇനി 2 കൂടി ഉള്ളൂ. മൊത്തം 6 ആണുള്ളത്. അപ്പൊ 1s2 2s2. ഇനി നമ്മുടെ കയ്യിൽ 2 കൂടി ഉണ്ട്. അത് എവിടെ ചെയ്യുക? 2 എന്നുള്ളത് ഈ 2pയുടെ മുകളിൽ എഴുതുക. അതായത് 2pയിൽ 2 ഇലക്ട്രോൺ. നോക്കൂ, ഇപ്പൊ നമ്മുടെ കയ്യിൽ 6 ഇലക്ട്രോൺ നമ്മൾ വിവിധ സബ്ഷെല്ലുകളിൽ ഊർജം കൂടി വരുന്ന ക്രമത്തിൽ നമ്മൾ വിന്യസിച്ചു കഴിഞ്ഞു. നോക്കൂ, ഇതെങ്ങനെ വായിക്കാം? 1s2 2s2 2p2. 1s2 2s2 2p2. ഇതിന്റെ അർത്ഥം എന്താ? ഒന്നാമത്തെ എസ് എന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടാമത്തെ 2s രണ്ടാമത്തെ ഷെല്ലിൽ s എന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. 2p രണ്ടാമത്തെ ഷെല്ലിൽ p എന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഇതാണ് കാർബണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. എന്താ നമ്മൾ ചെയ്യുന്നത്? ഊർജക്രമം അനുസരിച്ച് ഊർജം കുറഞ്ഞ ഓരോ സബ്ഷെല്ലുകൾ എടുക്കുന്നു. അതിനുൾക്കൊള്ളാവുന്ന പരമാവധി എത്രയാണ് അത് നോക്കിയിട്ട് ഓരോന്നിലേക്കും ഇലക്ട്രോണുകൾ വിന്യസിക്കുന്നു. ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. നോക്കൂ, അടുത്ത എലമെന്റ്, അടുത്ത മൂലകമാണ് നൈട്രജൻ. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7. അതിന്റെ അർത്ഥം 7 ഇലക്ട്രോൺ ഉണ്ട്. അതായത് 7 പ്രോട്ടോൺ ഉണ്ട്. അപ്പൊ 7 ഇലക്ട്രോൺ ഉണ്ട്. 7 ഇലക്ട്രോണുകളെ നമ്മുടെ ഈ ഊർജക്രമം അനുസരിച്ച് വിവിധ സബ്ഷെല്ലുകളിൽ നമുക്ക് വിന്യസിക്കണം. അപ്പൊ ആദ്യം ഏറ്റവും ഊർജം കുറഞ്ഞ ആളാരാണ്? 1s എടുത്തു. 1sൽ എത്ര ഇലക്ട്രോണേ പരമാവധി പറ്റുള്ളൂ? 2 ഇലക്ട്രോൺ. നമ്മുടെ കയ്യിൽ മൊത്തം 7 ഇലക്ട്രോണുകൾ ഉണ്ട്. 1s ഫില്ലായി കഴിഞ്ഞു. അടുത്ത ആളാരാണ്? 2s എടുത്തു. 2s ആയാൽ മാക്സിമം എത്രയേ പറ്റത്തുള്ളൂ? 2. അപ്പൊ 4 ഇലക്ട്രോൺ തീരുമാനമായി. നമ്മുടെ കയ്യിൽ 7 ഉണ്ട്, മറക്കരുത്. 2s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആളാരാണ്? 2p. ഇത് 2p നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? 3 ഇലക്ട്രോൺ. ഇനിയും ബാക്കി 2 + 2 4 7 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 3 എവിടെ കൊടുക്കുക? ഇവിടെ 2p3. അതിന്റെ അർത്ഥം എന്താ? രണ്ടാമത്തെ ഷെല്ലിൽ p എന്ന സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺ. ഈ മുകളിൽ കൊടുക്കുന്ന നമ്പറുകളാണ് എന്ത്? ഇലക്ട്രോണുകളുടെ എണ്ണം. ഈ സബ്ഷെല്ലുകളുടെ മുന്നിലുള്ള നമ്പറാണ് എന്ത്? ഷെല്ലിന്റെ നമ്പർ. നേരത്തെ ഞാൻ എഴുതി കഴിഞ്ഞു.
ഓക്കെ. അപ്പോൾ നൈട്രജന്റെ സബ്സ്റ്റൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതൊന്ന് നോക്കിയേ. ഇതെങ്ങനെ വായിക്കുക? 1s2 2s2 2p3. ഇതിൽ നിന്നെല്ലാം ക്ലിയർ ആണ്. ഒന്നാമത്തെ ഷെല്ലിലെ എസ് എന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലിലെ എസ് എന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലിലെ പി എന്ന സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു ഏകദേശ ഐഡിയ കിട്ടിക്കാണും. നമ്മുടെ കയ്യിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? എത്ര ഇലക്ട്രോൺ ഉണ്ട്, അറ്റോമിക് നമ്പർ നോക്കിയിട്ട് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം നമ്മൾ കുറഞ്ഞ സബ്ഷെല്ലുകളിൽ ഓരോന്നോരായിട്ട് നമ്മൾ ഇലക്ട്രോണുകളുടെ പൂരണം നടത്തുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഊർജ്ജക്രമം തെറ്റാൻ പാടില്ല. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾ, എസ്സിൽ 2 പറ്റത്തുള്ളൂ, പിയിൽ 6 പറ്റത്തുള്ളൂ, ഡിയിൽ 10 അല്ലെങ്കിൽ 10 പറ്റത്തുള്ളൂ, എഫിൽ 14 അല്ലെങ്കിൽ 14 ഇലക്ട്രോണുകൾ മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. നമുക്കിനി അടുത്ത് വേറെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. അടുത്തത് നമുക്കൊരു മൂന്നാമത്തെ എക്സാമ്പിൾ ഇതാ. എൻ എന്ന് പറഞ്ഞാൽ എന്താ? സോഡിയം. അറ്റോമിക് നമ്പർ 11 ആണ് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11. അപ്പൊ നമ്മൾ അതിന്റെ അർത്ഥം എന്താണ്? 11 പ്രോട്ടോൺ. 11 പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 11 ഇലക്ട്രോൺ. 11 ഇലക്ട്രോണുകൾ ഊർജ്ജം കുറഞ്ഞ സബ്ഷനിൽ നിന്നും കൂടിയതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പൊ ആദ്യം ആരെടുക്കണം? ഏറ്റവും ഊർജ്ജം കുറഞ്ഞ ആളാരാണ്? 1s. എഴുതി. 1sന് മാക്സിമം എത്രേ പറ്റത്തുള്ളൂ? 2 ഇലക്ട്രോൺ. അത് ഞാൻ ഇതിന്റെ മുകളിലേക്ക്. ഇനി അടുത്ത 1s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സബ്ഷെൽ ഏതാണ്? 2s. 2s കഴിഞ്ഞു. 2sൽ മാക്സിമം എത്രേ പറ്റുള്ളൂ? 2. ഇങ്ങനെ 4 ഇലക്ട്രോൺ ഇപ്പൊ ഇവിടെ തീരുമാനമായി. 2 ഇവിടെ, 2 ഇലക്ട്രോൺ ഇവിടെയാണ്. ഇതാണ് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഈ മുകളിൽ എഴുതുന്നത്. അപ്പം മൊത്തം നമ്മുടെ ഈ സോഡിയത്തിന്റെ ആറ്റത്തിൽ 11 ഇലക്ട്രോണുകളുണ്ട്. 11 ഇലക്ട്രോൺസ് ആർ ദേർ ഇൻ സോഡിയം ആറ്റംസ്. ഓക്കെ. 1s 2 ഇലക്ട്രോൺ, 1s എന്ന സബ്ഷെൽ 2 ഇലക്ട്രോൺ, 2s എന്ന സബ്ഷെൽ 2 ഇലക്ട്രോൺ. അങ്ങനെ അതും ഫില്ലായി കഴിഞ്ഞു. 4 ഇലക്ട്രോൺ തീരുമാനമായി. ഇനി 2s എന്ന് പറഞ്ഞാൽ അടുത്ത ആളാരാണ്? 2p. 2p ഇട്ട് കഴിഞ്ഞു. 2p ഇട്ട് കഴിഞ്ഞു. ശ്രദ്ധിക്കൂ, 2ഉം 2ഉം 4. ഇനിയും നമ്മുടെ കയ്യിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? 2p7 ഇടാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഏതൊരു പി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരു പി സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണത്തിനാണ് 6. 6. ഇടാൻ ഇവിടെ പറ്റില്ല. 7 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 6ന്റെ മുകളിലുള്ള നമ്പർ. 7 ഇലക്ട്രോണിൽ 2p ഇടാൻ പറ്റത്തില്ല. നമുക്ക് മാക്സിമം എത്ര പറ്റത്തുള്ളൂ? 6. അപ്പൊ 2pയിൽ എത്ര ഇലക്ട്രോൺ കൊള്ളാൻ പറ്റും? 2p6. ഇപ്പൊ നോക്കൂ, 1s2 2s2 2p6 ഇങ്ങനെ വായിക്കാം. 1s2 2s2 2p6. എത്ര ഇലക്ട്രോൺ തീരുമാനം ആയി കഴിഞ്ഞു? 2ഉം 2ഉം 4. 4 മാറും 10. മൊത്തം 10 ഇലക്ട്രോൺസ് തീരുമാനമായി കഴിഞ്ഞു. നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട് 11 ഉണ്ട്. ഇനി 1 ഇലക്ട്രോൺ നമ്മുടെ സോഡിയത്തിനുണ്ട്. അദ്ദേഹം 1s നിറഞ്ഞു, 2s നിറഞ്ഞു, 2p നിറഞ്ഞു. അടുത്ത ആളാരാണ്? 3s. ആ ഊർജ്ജക്രമം കാണാതെ പഠിക്കണം. ഇപ്പോൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിലത് ബൈഹാർട്ടായിരിക്കണം. 3s കഴിഞ്ഞാൽ 2p കഴിഞ്ഞാൽ 3s. ആ 3 നമ്മുടെ 2 4 10 ഇലക്ട്രോൺ തീരുമാനമായി കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ 1 ഇലക്ട്രോണേ ബാക്കിയുള്ളൂ. അത് എവിടെ ഇട്ടാൽ മതി? 3s1. അപ്പോൾ നമ്മൾ സോഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ഇവിടെ എഴുതി കഴിഞ്ഞു. നോക്കൂ, 11 ഇലക്ട്രോൺ ഉണ്ട്. ഊർജ്ജക്രമം അനുസരിച്ച് കുറഞ്ഞതിൽ നിന്നും ഓരോന്നിലേക്കായിട്ട് നമ്മൾ ഇലക്ട്രോണുകളുടെ വിന്യസിക്കുന്നു. ഇതെങ്ങനെ നമ്മൾ വായിക്കാം? 1s2 2s2 2p6 3s1. ഇതിന് അർത്ഥം വളരെ ക്ലിയർ ആണ്. സോഡിയം എന്ന മൂലകത്തിൽ 11 ഇലക്ട്രോൺ ഉണ്ട്. 11 ഇലക്ട്രോണുകള് ഒന്നാമത്തെ ഷെല്ലിലെ എസ് എന്ന സബ്ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ എസ് എന്ന സബ്ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിലെ പി എന്ന സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിലെ എസ് എന്ന സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഇങ്ങനെയാണ് ഇരുന്നത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ, 4ാമത്തെ എക്സാമ്പിൾ നോക്കാം. അറ്റോമിക് നമ്പർ 17 മൂലകം അല്ലെങ്കിൽ എലമെന്റ് ആണ് ക്ലോറിൻ. ക്ലോറിൻ എന്ന എലമെന്റ് 17 ഇലക്ട്രോൺ ഉണ്ട്. 17 ഇലക്ട്രോണുകളെ നമ്മൾ വിവിധ സബ്ഷെല്ലുകളിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് സബ്ഷെല്ലിൽ കോൺഫിഗർ ചെയ്യാൻ പോവാണ്. അപ്പൊ 17 ഇലക്ട്രോൺ നേരത്തെ പോലെ ആദ്യം ഏറ്റവും ഊർജ്ജം കുറഞ്ഞ സബ്ഷെൽ ഏതാണ്? 1s. അതിന് പരമാവധി എത്ര ഇലക്ട്രോണേ പറ്റുള്ളൂ? 2 ഇട്ട് കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ 17 ഇലക്ട്രോൺ മറക്കാൻ പാടില്ല. നോക്കൂ, ഏതിന്റെ കേസിൽ? ക്ലോറിന്റെ കേസിൽ. എവിടെ കിട്ടിയത്? അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പൊ 17 ഇലക്ട്രോൺ ഉണ്ടാവും. 1s നിറഞ്ഞു, 2s എടുത്തു. 2sൽ പരമാവധി എത്ര ഇലക്ട്രോണെ പറ്റുക? 2 ഇലക്ട്രോൺ. നമ്മൾ ഇപ്പോൾ തന്നെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 2s നിറഞ്ഞു. പിന്നെ അടുത്ത 2p. 2pയിൽ നമുക്ക് പടം 2 4. ഇനി 17, ഇനി 13. ഇവിടെ 13 എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ ഏത് പി ആണെങ്കിലും മാക്സിമം 6 ഇലക്ട്രോൺ. എത്ര ഇലക്ട്രോൺ തീരുമാനമായി? 2ഉം 2ഉം 4 മാറും 10 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 10 എണ്ണം ഉണ്ട്. 10 എണ്ണത്തിന് തീരുമാനമായി.
ഈ 2p നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സബ്ഷെൽ ആരാ? 3s. 3s 7 ഇടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? എസ്സിൽ എത്രേ പറ്റുള്ളൂ? 2. അപ്പൊ 3s 2. ഇനി നോക്കൂ, എത്ര ഇലക്ട്രോൺ തീരുമാനമായി? 2 2 4 10 12. ഇനിയും നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 5 ഇലക്ട്രോൺ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ 3s നിറഞ്ഞു കഴിഞ്ഞു. 3s നിറഞ്ഞ ഇതിനടുത്ത സെക്ഷൻ ആരാ ഓർഡർ? 3p. 3p മാക്സിമം എതിരെ പോകാം, 6 വരെ പോവാം. പക്ഷെ നമ്മുടെ കയ്യിൽ ഇനി 5 ഉള്ളൂ. അതുകൊണ്ട് 3p 5. കണ്ടല്ലോ, എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതെന്ന് ഇനി ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ക്ലോറിൻ അറ്റോമിക് നമ്പർ നോക്കി 17 ഈ ഊർജ്ജക്രമം നമ്മുടെ മനസ്സിൽ നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം. ഇതിവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഉണ്ടാവില്ല, നിങ്ങളുടെ മനസ്സിലാണ് ഉണ്ടായിരിക്കേണ്ടത്. ഓരോ കുറഞ്ഞ സെക്ഷനിലും കൂടിയതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സബ്ഷെലുകൾ ഇലക്ട്രോണുകൾ വിന്യസിക്കണം. നോക്കാം, ക്ലോറിൻ്റെ എങ്ങനെ എഴുതിയിട്ടുള്ളത്? 1s എങ്ങനെ വായിക്കാം? 1s2 2s2 2p6 3s2 3p5. വായിക്കുന്നത് അറിയണം. ഈ എസ് പി ഒക്കെ സ്മോൾ ലെറ്റർ ആയിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു 1s2 2s2 2p6 3s2 3p5. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ അറ്റോമിക് നമ്പർ എന്നാൽ ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എങ്ങനെയാണ് നമ്മൾ പറയാം. അറ്റോമിക് നമ്പർ നോക്കുക, എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് മനസ്സിലാവും. അറ്റോമിക് നമ്പറിന്റെ അതേ നമ്പറായിട്ട് ഇലക്ട്രോൺ. എന്നിട്ട് നമ്മൾ ഊർജ്ജം കുറഞ്ഞ ഓരോ സബ്ഷെല്ലുകളിലും നമ്മൾ ഓരോ ഇലക്ട്രോൺ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടുത്തെ പ്രധാന കാര്യം. ഇനി നോക്കൂ, നമ്മൾ ഇപ്പം ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 വരെയുള്ള മൂലകങ്ങളുടെ അല്ലെങ്കിൽ എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ പഠിച്ചു. ഇനി കുറച്ചും കൂടി അറ്റോമിക് നമ്പർ 18 എല്ലാവർക്കും അറിയാം, ഒരു അലസവാതകമാണ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് ആണ്. ഉത്കൃഷ്ടവാതകങ്ങൾ എന്നൊക്കെ പറയുന്ന കാറ്റഗറിപ്പെട്ട ഒരു മൂലകമാണ് ആർഗൺ. അല്ലെ, ആർഗണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 18. നമ്മൾ ആർഗണിന്റെ അറ്റോമിക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതാൻ പോവുകയാണ്. നോക്കാം. അപ്പം അറ്റോമിക് നമ്പർ 18 ആകുമ്പോൾ 18 ഇലക്ട്രോൺ ഉണ്ടാവും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ സബ്ഷെല്ലുകളും നമ്മൾ എടുക്കാം. അതിന് ഏറ്റവും ഊർജ്ജം കുറഞ്ഞ സബ്ഷെല്ലാണ് ഇത് 1s. അതിലെത്ര ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ പറ്റുക? 2 മാക്സിമം. 1s എന്ന് പറഞ്ഞാൽ 18 ഇലക്ട്രോൺ നമ്മൾ തീരുമാനം ഉണ്ടാക്കണം. 2s എടുത്തു. 2sലെ പരമാവധി എത്ര പറ്റുക? 2. നോക്കൂ, ഇനി 2s നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2pയിൽ മാക്സിമം എത്ര പറ്റുക? 6. അങ്ങനെ 2 2 4 4 6 10 ഇലക്ട്രോൺ ഇവിടെ തീരുമാനമായി കഴിഞ്ഞു. 2p കഴിഞ്ഞാൽ അടുത്തത് ആരാണ്? 3s. 3sൽ മാക്സിമം എത്ര പറ്റുള്ളൂ? 2 ഇലക്ട്രോണേ പറ്റത്തുള്ളൂ. അപ്പൊ 2 2 4 6 10 10 2 12. ഇനിയും നമ്മുടെ കയ്യിൽ 18 ആണെങ്കിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. അതെവിടെ പോവാ? 3s നിറഞ്ഞു. 3p അല്ലെ, 3pയിലേക്കാണ് നമ്മുടെ അടുത്ത ഇലക്ട്രോൺ പോവുക. അപ്പൊ 3pയിൽ എത്ര പോയാ? മാക്സിമം 3pയിൽ 6 പറ്റുള്ളൂ. നമ്മളെ 2 4 12 തീരുമാനം കഴിഞ്ഞു. 6 കൂടി ഉണ്ട്, 6 കൊടുത്താൽ മതി. 3p 6. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? അപ്പൊ നോക്കൂ, 1s എങ്ങനെ വായിക്കുക? 1s2 2s2 2p6 3s2 3p6 അല്ലെ. ഇത് നല്ല വിവരങ്ങളും ക്ലിയർ ആ. 3s2 അവിടെ ഒന്നാമത്തെ നേരത്തെ ഞാൻ പറഞ്ഞു, ഓരോ 3p6 എന്ന അവസാനത്തെ ഇലക്ട്രോൺ 3p എന്ന സബ്ഷെല്ലിലാണ് പോയത്. ഇല്ലേ? ഇങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുക. ഇനി നോക്കൂ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്നും നമുക്ക് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം കാണുക എന്നുള്ളത് നമ്മൾ ഷെൽ 9 പഠിച്ചത് 280. അതെങ്ങനെ നമുക്ക് ഇവിടുന്ന് എഴുതാൻ പറ്റുന്നുള്ളൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തോടെ കാണിച്ചു തരാം. നമ്മൾ ഓരോ ഷെല്ലിന്റെ കാര്യം എടുത്താൽ 1s2 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലിന്റെ കാര്യമാണ്. ഒന്നാമത്തെ ഷെല്ലിന്റെ കാര്യം 2 ഇലക്ട്രോൺ മാത്രം. ഇനി 2s2 2p6 ഇതിന്റെ അർത്ഥം എന്താ? രണ്ടാമത്തെ ഷെല്ലിൽ എസിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, രണ്ടാമത്തെ ഷെല്ലിൽ പിയിൽ 6 ഇലക്ട്രോൺ. അപ്പൊ ഇതൊക്കെ 2 എന്ന രണ്ടാമത്തെ ഷെല്ലിലെ കഥയാണ്. ഇനി ഇങ്ങോട്ട് നോക്കൂ, 3s2 3p6 മൂന്നാമത്തെ ഷെല്ലിൽ എസിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, മൂന്നാമത്തെ ഷെല്ലിൽ പിയിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. അതൊക്കെ മൂന്നാമത്തെ ഷെല്ലിന്റെ കഥകളാണ്. ഇല്ലേ? നമ്മൾ ഓരോ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്നും എങ്ങനെയാണ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക? ഹൗ വി ക്യാൻ റൈറ്റ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫ്രം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നോക്കൂ, അപ്പം 1s2 ഇതാണ് ഒന്നാമത്തെ ഷെല്ലിന്റെ കഥ. അവിടെ എസ് എന്ന 2 ഇലക്ട്രോൺ അല്ലെ, ആകെ എത്ര ഇലക്ട്രോൺ എന്നുള്ളത് 2 ഇലക്ട്രോൺ. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ ആകെ 2 ഇലക്ട്രോണേ ഉള്ളൂ. ഇനി നോക്കൂ, രണ്ടാമത്തെ ഷെല്ലിൽ നമുക്ക് എസിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, പിയിൽ 6 ഇലക്ട്രോൺ. മൊത്തം രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഉണ്ട്? 2+6 എത്ര വരിക? 2+6 8 അല്ലെ. രണ്ടാമത്തെ ഷെല്ലിൽ അപ്പൊ എത്ര മൊത്തം വരുന്നത്? എസിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, പിയിൽ 2. അപ്പം രണ്ടാമത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ. ഇനി നോക്കൂ, മൂന്നാമത്തെ ഷെല്ലിൽ എസിൽ 2 ഉണ്ട്, 2 ഇലക്ട്രോൺ ഉണ്ട്. മൂന്നാമത്തെ ഷെല്ലിൽ പി എന്ന സബ്ഷെൽ 6 ഇലക്ട്രോൺ ആണ്. മൂന്നാമത്തെ ഷെല്ലിൽ മൊത്തം 2 ഉം 6 ഉം 8.
കിട്ടിയല്ലോ. നമ്മളിതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 2 8 മനസ്സിലായില്ല. അപ്പൊ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന കാര്യം നമ്മൾ അറിയണം. നമുക്ക് അടുത്ത ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് അത് വളരെയധികം ഉപകാരപ്പെടും. ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി നമുക്ക് ചെയ്യാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 6ാമത്തെ എക്സാമ്പിൾ. അറ്റോമിക് നമ്പർ ഒരു പൊട്ടാസ്യം 19 അല്ലെ. അറ്റോമിക് നമ്പർ 19 ആണ്. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ്. നോക്കൂ, ഇത് ലാസ്റ്റാണ്, അവസാനമായിട്ട് ഞാൻ ചെയ്യാൻ പോകണം. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ്. 19 ഇലക്ട്രോൺ ഉണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? നേരത്തെ ചെയ്ത പോലെ ഓരോന്നെടുക്കാം. 1s, അതിൽ 2 ഇലക്ട്രോൺ. 1s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2s എടുത്തു. 19 ഇലക്ട്രോൺ നമുക്ക് തീരുമാനാക്കണം. അപ്പൊ 2s2. 2s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2p, അതിൽ മാക്സിമം 6, 2p6. 2p നിറഞ്ഞു കഴിഞ്ഞു. അടുത്തത് 3s, അതിൽ മാക്സിമം 2, 3s2 അല്ലെ. 3s2. ഇനി നോക്കൂ, 3s2 കഴിഞ്ഞാൽ 3 അടുത്ത ഇതാണ് 3p. 3p എത്ര ഇലക്ട്രോണോ പറ്റിയ? മാക്സിമം 6. ഇനി എണ്ണി നോക്കി ഏതാണ്ട് എത്ര ഇലക്ട്രോൺ തീരുമാനമായി? 2 + 2 4, 4 + 6 10, 10 + 2 12, 12 + 6 18 തീരുമാനമായി. പക്ഷേ പൊട്ടാസ്യത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 19 ഇലക്ട്രോൺ ഉണ്ട് പൊട്ടാസ്യത്തിൽ. അപ്പൊ ഇനി എന്തുണ്ട്? 1 ഇലക്ട്രോൺ കൂടി ഉണ്ട്. നമ്മൾ ഇവിടെയാണ് തെറ്റരുത്. 3p എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കും? 3d ആയിരിക്കും അടുത്ത സെക്ഷനിൽ വരേണ്ടത്. അല്ല, ആരാണ്? 3p നടന്നു കഴിഞ്ഞാൽ 3d അല്ല. ഇനി നമ്മൾ ആരാണ് എടുക്കേണ്ടത്? 4s-നെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 4s. നമ്മുടെ കയ്യിൽ ഇനി എത്ര ഇലക്ട്രോണോ ബാക്കിയുള്ളത്? 18 ഇലക്ട്രോൺ നമ്മൾ വിവിധ സെക്ഷനുകളിൽ വിന്യസിച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിൽ എത്ര ഉള്ളൂ? 4s, ഒരേ ഒരു ഇലക്ട്രോൺ. അവിടെ നമ്മൾ എന്ത് ചെയ്യാം? 4s1. അപ്പൊ നമ്മുടെ പൊട്ടാസ്യത്തിന്റെ സെക്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരുന്നു നോക്കൂ. 1s2, 2s2, 2p6, 3s2, 3p6, 4s1 ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം നോക്കാം. നോക്കൂ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോ ഷെല്ലും നമ്മൾ വ്യത്യസ്തമാക്കുക. ഒന്നാമത്തെ ഷെല്ലിന്റെ കഥ, ഇത് 2ാമത്തെ ഷെല്ലിന്റെ കഥ, ഇതെല്ലാം 3ാമത്തെ ഷെല്ലിന്റെ കഥ, 4ാമത്തെ ഷെല്ലിന്റെ കഥ. 1ാമത്തെ ഷെല്ലിൽ എസ്സിലാകെ 2 ഇലക്ട്രോൺ. ഇവിടെ എസ്സിന് 2ഉം പിയിൽ 6ഉം മൊത്തം 8. ഇവിടെ 2ഉം 6ഉം 8. 3ാമത്തെ ഷെല്ലില് 4ാമത്തെ ഷെല്ലിൽ 4s1 4ാമത്തെ ഷെല്ലിൽ എസ്സിൽ 1 ഇലക്ട്രോൺ. അപ്പൊ നമുക്ക് ഇതിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വ്യത്യാസം എഴുതാൻ പറ്റുക 2 8 8 1. ഇതാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങാൻ കാരണക്കാരനായ മൂലകം. എല്ലാവരും ഓർക്കുന്നുണ്ടാവും, ഫസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഔദ്യോഗികമായിട്ട് തുടങ്ങുന്നത്. 2881 2881 വന്നത് മനസ്സിലായോ? അതായത് പൊട്ടാസ്യത്തിലെ അവസാനത്തെ ഇലക്ട്രോൺ എന്തുകൊണ്ടാണ് 4ാമത്തെ അവസാനത്തെ ഇലക്ട്രോൺ പോകുന്നത്? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസക്രമം പ്രകാരം പൊട്ടാസ്യത്തിൽ ഇലക്ട്രോൺ വിന്യസിക്കുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് 4ാമത്തെ ഷെല്ലിലെ എസ് എന്ന സബ്ഷെല്ലിലാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ 1ാമത്തെ ഒരു ഇലക്ട്രോൺ 2881 നമ്മൾ പ്രതീക്ഷിച്ചു 289 ആയിരുന്നു അവിടെ അല്ലെ. 2881 വരാൻ കാരണം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നോക്കൂ, ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഞാൻ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു. ആ ക്രമം നമ്മൾ നോക്കി. കുറെ 5-6 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ചെയ്തു. ഇനി തന്നെ അവിടെ ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. 6 7ാമത്തത് 7 8 9 10 11 12 ഈ ക്വസ്റ്റ്യൻസ് ഇതാ, ഇത്രയും ക്വസ്റ്റ്യൻസ്. അതായത് സോറി ഇതാ ഇത്രയും ക്വസ്റ്റ്യൻസ്. ഇത് 7ാമത്തത്, ഇത് 8 9 10 11 ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ഓക്സിജൻ 8 അറിയാവുന്ന മൂലകമാണ് ഓക്സിജൻ അറ്റോമിക് നമ്പർ 8. ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതി നോക്കണം. ഹോംവർക്കാണ്. HW കിട്ടാതെ ഹോംവർക്ക്. ഫ്ലൂറിൻ 9 ഇലക്ട്രോൺ ഉണ്ടാകും. മറ്റൊന്ന് നമ്പർ 9 ആണ്. അതിന്റെ ഒന്ന് എഴുതി നോക്കണം. അടുത്തത് അലൂമിനിയം അറ്റോമിക് നമ്പർ 13. അത് നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ നോട്ടൊക്കെ നമ്മൾ എഴുതി കംപ്ലീറ്റ് ആയതിനു ശേഷം അലൂമിനിയത്തിന്റെ ഒറ്റയ്ക്ക് ഒന്ന് എഴുതി നോക്കാം. പി ഫോസ്ഫറസ് 15 അറ്റോമിക് നമ്പർ 10. അപ്പൊ 15 ഇലക്ട്രോൺ നിങ്ങൾ സബ്ഷെല്ലുകൾ വിന്യസിക്കണം. CA കാൽസ്യം അറ്റോമിക് നമ്പർ 20 ആണ്. അത് നിങ്ങൾ ഒറ്റക്കൊന്ന് എഴുതി. അപ്പൊ ഇത് ഹോംവർക്കാണ്. 1 2 3 4 5 ഹോംവർക്ക് ഉണ്ട്. അത് ഇത്രയും ക്ലാസ് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി നോട്ട് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾ ഒറ്റക്കൊന്ന് എഴുതി നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതി നോക്കാം. ഉത്തരങ്ങളിൽ വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഹോംവർക്ക്. ഇത്രയും കാര്യങ്ങളാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നോക്കാം.
സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ ഊർജ്ജം കുറഞ്ഞ സെക്ഷനിൽ നിന്നും ഇന്ത്യ സെക്ഷനിലേക്ക് ഇലക്ട്രോണുകൾ വിന്യസിക്കുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഊർജ്ജക്രമം കാണാതെ തെറ്റാതെ വളരെ ഭംഗിയായിട്ട് ബൈഹാർട്ട് ചെയ്തിരിക്കണം. ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു ഹോംവർക്കും കൂടി നിങ്ങൾ ചെയ്യണം. അതായത് സബ്ഷെൽ ഇലക്ട്രോൺ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വാട്ട് ഡസ് മീൻ ബൈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഒന്നാണ് നമ്മൾ ഒരു മാർക്കിനെങ്ങാനും ചോദിക്കുകയാണെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്നാൽ എന്ത്, അല്ലെങ്കിൽ വാട്ട് ഈസ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നെന്താ നമുക്കൊരു ഒറ്റ വാക്കിൽ നിർവചനം പറയാൻ പറ്റുക? അത് ഞാൻ ഇവിടെ പറയാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ വളരെ ഭംഗിയായിട്ട് എഴുതിയിരിക്കണം. എന്താ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്നും കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു. നമ്മൾ പറയാം എന്താണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ, ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്നും കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു. When the electrons in an atoms are distributed in subshells, they are filled in the increasing order of energies of the subshells. When the electrons in an atom are distributed in subshells, in different subshells, they are filled in the increasing order of energies of the subshells. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഹോംവർക്ക് ആയിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്: സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വാട്ട് ഡസ് മീൻ ബൈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഞാൻ ഈ പറഞ്ഞ ആൻസർ എഴുതാം. ആൻസറിൽ ക്ലാരിറ്റി വരുത്തും. നിങ്ങളുടെ പേജ് നമ്പർ 10 or 11 ആണ് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിൽ. അത് നോക്കിയിട്ട് ഭംഗിയായിട്ട് നിങ്ങളുടെ നോട്ട് കംപ്ലീറ്റ് ആക്കി റെഡിയാക്കി വെക്കും. ഇനി നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇനി നമ്മൾ കൂടുതൽ പഠിക്കാൻ പോവുകയാണ്. നോക്കൂ, അത്രയും നമ്മൾ കൂടിയ ചില മൂലകങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സാമ്പിൾ നോക്കൂ, അടുത്ത ഒരു മൂലകമാണ്. നിങ്ങൾക്ക് വലിയ പരിചയം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടാവില്ല. നോക്കൂ, എസ്, വലിയ ക്യാപിറ്റൽ എസ്, സ്മോൾ സി. ഇതിന്റെ പേര്, ഈ മൂലകത്തിന്റെ പേരാണ് സ്കാൻഡിയം. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21 ആണ്, 21. അപ്പൊ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അറ്റോമിക് നമ്പർ 21 പറയുമ്പോൾ എത്ര പ്രോട്ടോൺ ഉണ്ടാവും? 21 പ്രോട്ടോൺ. എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 21 ഇലക്ട്രോൺ. 21 ഇലക്ട്രോണിനെ നമ്മൾ ഇതുപോലെ സ്കാൻഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോകും. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പോവുകയാണ്. അപ്പൊ 21 ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്യണം? ഊർജ്ജം കുറഞ്ഞത് കൂടിയതിലേക്ക് ഇങ്ങനെ വിന്യസിക്കണം. ഇതാണ് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നോക്കാം നമുക്ക്. സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 21 ഇലക്ട്രോൺ. അപ്പൊ നമ്മൾ ആദ്യത്തെ നമുക്ക് പെട്ടെന്ന് എഴുതി പോവാം അല്ലെ? നോക്കാം. 1s എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. 21 ഇലക്ട്രോൺ നമ്മൾ തീരുമാനമാക്കി കൊടുക്കണം. 2s എടുത്തു, 2 ഇലക്ട്രോൺ. 2p എടുത്തു, മാക്സിമം 6. അവിടെ 10 ഇലക്ട്രോൺ തീരുമാനമായി. നമ്മുടെ കയ്യിൽ 21 ഇലക്ട്രോൺ ഉണ്ട്. 2p എന്ന് പറഞ്ഞാൽ 3s എടുത്തു, മാക്സിമം 2 പറ്റത്തുള്ളൂ. 3s2 അല്ലെ? 3s എന്ന് പറഞ്ഞു 12 ഇലക്ട്രോൺ തീരുമാനമായി. അടുത്തത് 3pയുടെ മാക്സിമം എത്ര പറ്റത്തുള്ളൂ? 6. ഇപ്പൊ നോക്കൂ, 6, 4, 10, 18 ഇലക്ട്രോൺ തീരുമാനമായി കഴിഞ്ഞു. 3p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരല്ല, 3d അല്ല, പിന്നെ ആരാ? 4s. 4sന്റെ മാക്സിമം എത്ര പറ്റുള്ളൂ? ഏത് എസ് ആണെങ്കിലും മാക്സിമം 2. അപ്പൊ 4s2. ഇപ്പൊ എത്ര ഇലക്ട്രോൺ ആയി നോക്കി? 2, 4, 10, 12, 18, 20 ഇലക്ട്രോൺ തീരുമാനമായി കഴിഞ്ഞു. നോക്കൂ, ഇവിടെ സ്കാൻഡിയത്തിന് ഇനി ഒരു ഇലക്ട്രോൺ ഉണ്ട്. 4s ഇറങ്ങി കഴിഞ്ഞു. ഇനി അടുത്തത് ആരെടുക്കേണ്ടത്? 3d എന്നത് 3d. നമ്മുടെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 20 ഇലക്ട്രോൺ തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്ര ഇലക്ട്രോണാണ് ബാക്കിയുള്ളത്? ഒരേ ഒരു ഇലക്ട്രോൺ. അതെവിടെയില്ല? 3d. അപ്പൊ നമ്മൾ സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് വായിക്കുക. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d. അല്ലെ? ഇവിടെ ശ്രദ്ധിക്കാം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയാം. അവിടുന്ന് നമുക്ക് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? ഇതാണ് ഒന്നാമത്തെ ഷെല്ലിന്റെ കാര്യം, ഇത് രണ്ടാമത്തെ ഷെല്ലിന്റെ കാര്യം, ഇത് മൂന്നാമത്തെ ഷെല്ലിന്റെ കാര്യം, ഇത് നാലാമത്തെ ഷെല്ലിന്റെ കാര്യം, ഇതുണ്ട് മൂന്നാമത്തെ ഷെല്ലിൽ അത് കൂടി പെടും. അപ്പൊ നോക്കൂ, മൊത്തം ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? എത്ര? 2. രണ്ടാമത്തിൽ 6, 2, 8 ഇലക്ട്രോൺ. മൂന്നാമത്തിൽ 3s, 3p, 3d ഉണ്ട്. മൊത്തം 6, 8, 9 ഉണ്ട്. ഇനി നോക്കൂ, നാലാമത്തിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ സ്കാൻഡിയത്തിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 9, 2 ഇങ്ങനെ ആയിരിക്കും എഴുതേണ്ടത്.
അത് നമ്മൾ പഠിച്ചതാ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മുടെ പ്രശ്നം അതല്ല. നമ്മൾ ഇവിടെ ഉള്ള കാര്യം നോക്കൂ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ 3P കഴിഞ്ഞത് 4S, പിന്നെ വീണ്ടും 3D. അതായത് 4S എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഷെൽ, S 2 പിന്നെ വീണ്ടും നമ്മൾ 3ാമത്തെ ഷെല്ലിന്റെ കഥ പറയും. അപ്പോൾ നമ്മൾ ഇങ്ങനെ അറ്റോമിക നമ്പർ 20 മുകളിൽ അല്ലെങ്കിൽ 21 മുതൽ അങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കണം എന്തുണ്ട്, 3Dയിലേക്ക് ഇലക്ട്രോൺ ഒന്നെങ്കിലും വരാതിരിക്കണം. അപ്പം അറ്റോമിക് നമ്പർ 21 മുതൽ അങ്ങോട്ട്, 20 വരെ കഴിഞ്ഞ് 21 മുതൽ അങ്ങോട്ട് ഉള്ള ഏതെങ്കിലും മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമ്മളോട് പറഞ്ഞാൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഉറപ്പായിട്ടും 3Dയിലേക്ക് ഇലക്ട്രോൺ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് എഴുതുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കുക. ഇത് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, 1s2 2s2 2p6 3s2 3p6 3D അവിടെ ഇട്ടു. എന്നിട്ട് 4s ഫില്ല് ചെയ്യും. 4s2 അപ്പൊ 20 ആയി. ഇനി നമ്മുടെ കയ്യിൽ ഒന്നുണ്ട്. അപ്പൊ 3D ഇവിടെ 3D1. അതായത് ഇത് നമ്മളെങ്ങനെ ഇവിടെ നോക്കിയാൽ ഒന്നാമത്തെ ഷെല്ലിന്റെ കാര്യങ്ങൾ, ഇത് 2ാമത്തെ ഷെല്ലിന്റെ കാര്യങ്ങൾ, ഇതാട്ടോ മൊത്തം 3ാമത്തെ ഷെല്ലിന്റെ കാര്യങ്ങൾ, ഇത് 4ാമത്തെ ഷെല്ലിന്റെ കാര്യം. ഇവിടെ അങ്ങനെയല്ലായിരുന്നു. നോക്കൂ, 1ാമത്തെ ഷെല്ല്, പിന്നെ 2ാമത്തെ, പിന്നെ 3ാമത്തെ, പിന്നെ 4ാമത്തെ ഷെല്ലിന്റെ കഥ, പിന്നെ ഒരു 3ാമത്തെ ഷെല്ല് വീണ്ടും. ഇങ്ങനെ നമ്മൾ ഓരോ ഷെല്ല് വൈസ് ഷെൽ ക്രമത്തിലാണ് ചെയ്യുന്നത്. ഉണ്ടോ, 1ാമത്തെ ഷെല്ല്, 2ാമത്തെ ഷെല്ല്. അതായത് ഇവിടെ 3D ഇവിടെ ഇട്ട് എന്ന് കരുതി നിങ്ങൾ സംശയം ഉണ്ടാകാൻ പാടില്ല. 3D നിറഞ്ഞതിന് ശേഷമാണ് 4s ഫില്ല് ചെയ്തെന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ശ്രദ്ധിക്കുക, 4s ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷമേ ഇവിടെ പോകുള്ളൂ 3D. എഴുതുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, 4sന്റെ മുന്നേ ഇവിടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യണം, 3D ഇട്ട് വെച്ച് 3D എഴുതുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കിക്കോണം, ഇവിടെ ഇലക്ട്രോൺ 4s നിറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതാണ് ഇവിടെ പോയുള്ളത് 3D. ഇങ്ങനെ ഇതിനെ പറയുന്ന പേരാണ് ഷെൽ ക്രമത്തിൽ എഴുതുക എന്ന് പറയുന്നത്. ഷെൽ ക്രമം അല്ലെങ്കിൽ ഷെൽ വൈസ് ഇലക്ട്രോണിക് ഷെൽ വൈസ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇങ്ങനെ എഴുതുന്നതിനെ പറയുന്ന പേരാണെന്ത്, ഷെൽ വൈസ് അല്ലെങ്കിൽ ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോണിക്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. അതിന്റെ അർത്ഥം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ സ്കാൻഡിയത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്ത് ചെയ്യരുത്, 3P നിറഞ്ഞു, 3D നിറഞ്ഞു, 3D ഫില്ല് ചെയ്തതിനു ശേഷം 4s ഫില്ലായി എന്നല്ല. 4s നിറഞ്ഞതിന് ശേഷമാണ് 3Dയിലേക്ക് പോയത്. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നു എന്നുള്ളൂ. ഇലക്ട്രോണിന്റെ വിന്യാസം ശരിക്കും അങ്ങനെ തന്നെയാണ്, 4s2 3D1 തന്നെയാണ്. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ എന്ത് ചെയ്യും, 3D1 4s2. അതായത് ഷെല്ലിന്റെ ക്രമത്തിൽ വരാൻ വേണ്ടി മാത്രം. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇതിന് പറയുന്ന പേരാണെന്ത്, ഷെൽ ക്രമത്തിൽ എഴുതുക എന്ന് പറയുന്നത്. നമുക്ക് ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ വേറൊരു ഇത് നോട്ടിലേക്ക് എഴുതിയെടുത്തതിന് ശേഷം ഞാൻ വേറൊരു എലമെന്റിന് എഴുതാൻ പോവാണ്. ഇവിടെ നോക്കാം, നമുക്ക് വേറെ ഒരു അറ്റോമിക് എലമെന്റ്, അറ്റോമിക് നമ്പർ ഒരു 23 ആയിക്കോട്ടെ. അറ്റോമിക് നമ്പർ 23. എന്താണ് അറ്റോമിക് നമ്പർ 23? വനേഡിയം എന്നാണ് ഈ മൂലക എലമെന്റിന്റെ പറയുന്ന പേര്. വനേഡിയം 23. അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മളോട് എഴുതാൻ പറഞ്ഞു. ഷെൽ ക്രമത്തിൽ എഴുതണം, അല്ലെങ്കിൽ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അറ്റോമിക് നമ്പർ 23 ആകുമ്പോൾ 23 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 1s2 2s2 ഇതൊക്കെ നമ്മൾ എഴുതി. ഇപ്പൊ നമുക്ക് അറിയാം 23 ഇലക്ട്രോൺ. അപ്പൊ ഇതൊക്കെ എഴുതി കഴിയണം. 2s നിറഞ്ഞു, 2p6 3s നിറഞ്ഞു, 3s2 3p6. ഇനി നിർണ്ണയിക്കുക 2 4 10 12 18 ഇലക്ട്രോൺ ഇവിടെ തീരുമാനമായി കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ 23 ഇലക്ട്രോൺ ഉണ്ട്. ഇനി 5 3p6 4s2 അല്ലെ, 3p 4s2 പിന്നെ 3D 6 4 10 12 18 20 3D. ഇങ്ങനെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചിട്ട് വരേണ്ടത്. ഇനി ഷെൽ ക്രമത്തിൽ എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക, അറ്റോമിക് നമ്പർ 21 അതിൽ കൂടുതലോ, ഇവിടെ 23 ആണ്, നമ്പർ 23 ആണ്. 21 അതിൽ കൂടുതലാകുമ്പോൾ നമ്മൾ ഓർത്തു വെക്കുക, എന്തായാലും ഇലക്ട്രോൺ 3D എന്ന സബ്ഷനിലേക്ക് ഉണ്ടായിരിക്കും. 4s കഴിഞ്ഞതിന് ശേഷം 3Dയിലേക്ക് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അറ്റോമിക് നമ്പർ 21 മുകളിലുള്ളത് എഴുതുമ്പോൾ തുടക്കത്തിലെ 1s2 2s2 2p6 3s2 3p6 3D ഇട്ട് വെക്കുക. എന്നിട്ട് 4s ഫില്ല് ചെയ്യുക. 4s നമുക്ക് ഉറപ്പാണ് 3Dയിലേക്ക് ആളുണ്ടാവും. 21 അതിൽ കൂടുതലാണെങ്കിൽ 3Dയിലെ ഒരു ഇലക്ട്രോണെങ്കിലും മിനിമം ഉണ്ടാവും. അത് നമ്മളിവിടെ നോക്കിയിട്ട് പറയാം. അപ്പൊ നോക്കാം, 2 2 4 6 10 ഇലക്ട്രോൺ, 12 12 6 18 18 2 20 ഇലക്ട്രോൺ തീരുമാനമായി. അറ്റോമിക് നമ്പർ 23 ആണ്. അപ്പൊ 3 ഇലക്ട്രോൺ കൂടി ബാക്കിയുണ്ടത് നമ്മൾ എന്ത് ചെയ്യും, 3D
ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഷെൽ ക്രമത്തിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാറുണ്ട്. ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലാണ് നമ്മൾ കറക്റ്റായിട്ട് എഴുതി പഠിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അറ്റോമിക് നമ്പർ 21 മുതലാണ് ഈ പ്രശ്നം, അല്ലെങ്കിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ. ബാക്കിയുള്ളത് പിന്നെ അതിന്റെ 3Dന്റെ ആവശ്യം വരുന്നില്ല 20 വരെ. അപ്പൊ അറ്റോമിക് നമ്പർ 21ന്റെ മുകളിൽ വരുമ്പോൾ എന്ത് ചെയ്യുക, 3D ഇട്ട് വെക്കുക ഫോറസ്. ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ വായിക്കുമ്പോൾ ചില ആളുകൾ കുട്ടികൾ തെറ്റിദ്ധരിക്കും 3D എന്നിട്ടാണ് ഫോറസിലേക്ക് ഇലക്ട്രോൺ പോയത് എന്ന് ചിന്തിക്കരുത്. എങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗർ ചെയ്യുന്നത്? ഫോറസ് നിറഞ്ഞിട്ട് മാത്രമേ 3Dയിലേക്ക് നമ്മൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്യത്തുള്ളൂ. പക്ഷെ എഴുതുമ്പോൾ മാത്രം 3D എഴുതുന്നു. അത് നമുക്ക് ഷെല്ലിന്റെ ഒരു ക്രമത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാവുന്നു എന്നുള്ള കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വേണം. ഇങ്ങനെ ഇതിന് പറയുന്ന പേരാണെന്ത്, ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരാം. ഇത്രയും കാര്യങ്ങൾ എഴുതിയതിനു ശേഷം നിങ്ങളൊരു ഹോംവർക്ക് ചെയ്യാം. അതായത് അറ്റോമിക് നമ്പർ 22 ഉള്ള എലമെന്റ് അല്ലെങ്കിൽ മൂലകത്തിന്റെ പേരാണ് ടൈറ്റാനിയം. ടൈറ്റാനിയം 22. ടൈറ്റാനിയം 22ന്റെ സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, ഹോംവർക്കായിട്ട് ഷെൽ ക്രമത്തിൽ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ ഫോറസ് ഇടയിൽ വരാതെ എന്ത് ചെയ്യുക, നിങ്ങൾ 3D ഇട്ട് വെച്ചിട്ട് ഫോറസ് ഫില്ല് ചെയ്യുക. എന്നിട്ട് എത്ര ബാക്കി ഇലക്ട്രോൺ ഉണ്ടോ അത് എവിടെ കൊടുക്കുക, 3Dയിലേക്ക് കൊടുക്കുക. അപ്പോൾ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചു. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു. ചെറുത് അറ്റൻഡ് നമ്മൾ കൂടുതൽ നേരം എങ്ങനെ ചെയ്യാൻ പഠിച്ചു. ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് പഠിക്കുക. സംശയങ്ങൾ ചോദിക്കും. താങ്ക് യു.